ഒരു പ്രധാന വാർത്ത വരുന്നു. നികുതി പരിഷ്കരണത്തിന് GST കൗൺസിൽ അംഗീകാരം നൽകിയതായി സൂചന. 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകൾ മാത്രമാണ് നിലവിലുണ്ടാവുക. നിത്യോപയോഗ സാധനങ്ങൾക്ക് 5% GST. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ പ്രഖ്യാപനം നടത്തിയേക്കും. നഷ്ടം നികത്താൻ പ്രത്യേക സെസ് ഏർപ്പെടുത്തണമെന്ന് കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടു. ആദിൽ പാലോടുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് ഈവനിംഗ്. ആദിൽ പാലോട്, പ്രതിപക്ഷ സംസ്ഥാനത്തെ ധനമന്ത്രിമാർ എതിർത്തിട്ടും GST കൗൺസിലിലെ പരിഷ്കരണം വരികയാണ്, GST സ്ലാബിലെ പരിഷ്കരണം വരികയാണ്. എങ്ങനെയാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പരിഷ്കരണം? നാളെ പ്രഖ്യാപിക്കുമോ ധനമന്ത്രി? അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ GST കൗൺസിലിൽ ദില്ലിയിലെ ആദ്യ ദിവസം പിന്നിടുകയാണ്. നാളെ രണ്ടാമത്തെ ദിവസം, അവസാന ദിവസം വൈകുന്നേരം മാധ്യമങ്ങളെ കാണുന്ന പതിവുണ്ട് കേന്ദ്രമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അതിൽ ഇക്കാര്യത്തിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇന്ന് നടന്ന ചർച്ചകളിൽ പ്രധാനമായും സാധാരണഗതിയിൽ GSTകളിലുള്ള 4 സ്ലാബുകൾ, അതിൽ 2 എണ്ണം പൂർണ്ണമായി ഒഴിവാക്കുന്നു. 12, 28% സ്ലാബുകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നു. 12% ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാർ GST കൗൺസിൽ യോഗത്തിലും കേന്ദ്ര ധനമന്ത്രി വിശദീകരിച്ചത് അത് സാധാരണക്കാർക്ക്, ദരിദ്രർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന കാര്യമാണെന്ന വിശദീകരണം ഉണ്ടായിരുന്നു. ഏതായാലും 12%, 2500 രൂപയ്ക്ക് താഴെയുള്ള വസ്ത്രങ്ങളുടെയും ചെരുപ്പുകളുടെയും ഒക്കെ വില കുറയും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഈ 5%, 18%, ഒപ്പം 40% പുകയില ഉൽപ്പന്നങ്ങൾക്കും അത്യാഡംബര ഉൽപ്പന്നങ്ങൾക്കുമുള്ള ഒരു പ്രത്യേക സ്ലാബിന്റെ കാര്യത്തിലും ചർച്ചകൾ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ദീപാവലിക്ക് പൊതുജനങ്ങൾക്ക് സമ്മാനം, പൌരന്മാർക്ക് സമ്മാനം എന്ന രൂപത്തിൽ നികുതി സ്ലാബുകൾ പരിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. ആ പരിഷ്കരണം അത് ഔദ്യോഗികമായി തന്നെ എത്തുന്നു. ഇന്ന് ദില്ലിയിൽ ചേർന്ന GST കൗൺസിൽ യോഗത്തിലാണ്, സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ചൊരു ധാരണയായത് എന്ന വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന്, GST കൗൺസിലിൽ നിന്ന്, ഉന്നത വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. അരുൺകുമാർ, കൃത്യമായ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. അപ്പോഴും വലിയ നഷ്ടമാണ് ഈ സ്ലാബുകൾ പരിഷ്കരിക്കുന്നതിലൂടെ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്നത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്തെ ധനമന്ത്രിമാർ യോഗത്തിൽ ഉന്നയിച്ചു എന്നുള്ളതാണ്. ഈ നഷ്ടം പരിഹരിക്കാനായി പ്രത്യേക സെസ് ചില ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായ ഒരു പ്രഖ്യാപനം നാളെ കേന്ദ്ര ധനമന്ത്രി നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അരുൺ. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. GST സ്ലാബ് പരിഷ്കരണം ഒരുപക്ഷെ നാളെ നിലവിൽ വന്നേക്കും. ധനമന്ത്രി നാളെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ആദിൽ പാലോട് ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.